ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാപ്പി കോർണർ. രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത ഉണ്ണി മുകുന്ദൻ നായകനായ ജയ് ഗണേഷ് എന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം മുന്നുള്ള വീഡിയോകളിൽ പറഞ്ഞതുപോലെ ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് രഞ്ജിത് ശങ്കറാണ്. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഡയറക്ടർ എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് രഞ്ജിത് ശങ്കർ. കാരണം അദ്ദേഹത്തിൻ്റെ പല സിനിമകളും എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. സുധീവാത്മീകം, രാമൻ്റെ ഏതൻ തോട്ടം, പുണ്യാള നഗർബത്തീസ്, ഇങ്ങനെ കുറേ സിനിമകൾ, അദ്ദേഹത്തിൻ്റെ കുറേ സിനിമകൾ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും മോശം സിനിമയാകില്ല ജയ് ഗണേഷ് എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. തിയേറ്ററിൽ സിനിമ കാണാൻ കഴിഞ്ഞില്ല. OTTയിൽ വന്നപ്പോഴാണ് സിനിമ കണ്ടത്. മനോരമ മാക്സിലാണ് സിനിമ സ്ട്രീം ചെയ്യുന്നത്. തിയേറ്ററിൽ ഇവിടെ റിലീസ് ഉണ്ടായിരുന്നില്ല. സിനിമ ഇവിടെ റിലീസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തിയേറ്ററിൽ കാണാൻ കഴിഞ്ഞില്ല. ബട്ട് OTTയിൽ വന്നപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ആ സിനിമ കണ്ടു. അത്യാവശ്യം നല്ല അഭിപ്രായങ്ങളും അത്യാവശ്യം മിക്സഡ് ടു പോസിറ്റീവ് റിവ്യൂസ് ആയിരുന്നു സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്നും സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. ഇത് തിരക്കഥ എഴുതിയിരിക്കുന്നതും രഞ്ജിത് ശങ്കർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരുവിധമുള്ള സിനിമകളും പുള്ളി തന്നെയാണ് എഴുതാറ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഉണ്ണി മുകുന്ദനും രഞ്ജിത് ശങ്കറും ചേർന്നാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചന്തു സെൽവരാജ്, എഡിറ്റിംഗ് ബൈ സംഗീത് പ്രതാപ്. സംഗീത് പ്രതാപ് ആരാന്നറിയോ? ഇത് നമ്മുടെ പ്രേമലുവിൽ നസ്ലൻ്റെ കൂടെ അഭിനയിച്ച മറ്റൊരു പയ്യനുണ്ട്, അദ്ദേഹം തന്നെയാണ് ഈ സംഗീത് പ്രതാപ് എന്ന് പറയുന്നത്. പുള്ളിയാണ് ഇതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. മ്യൂസിക് ബൈ ശങ്കർ ശർമ്മ. അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഉണ്ണി മുകുന്ദൻ ഫിലിംസ് തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഏപ്രിലിൽ ഒരു ക്ലാഷ് റിലീസിൻ്റെ കൂടെയാണ് സിനിമ റിലീസ് ചെയ്തത്. എല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കളക്ഷൻ സിനിമയ്ക്ക് ഉണ്ടാകുമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷവും ആവേശത്തിൻ്റെയും കൂടെയാണ് ഈ സിനിമ വിഷു ടൈമിലാണ് സിനിമ റിലീസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഇത്തിരി കൂടെ മാറിയാണ് സിനിമ, അല്ലെങ്കിൽ ഇപ്പോഴൊക്കെയാണ് ഈ മെയ് അവസാനം ജൂണിലൊക്കെയാണ് സിനിമ റിലീസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ കളക്ഷൻ സിനിമയ്ക്ക് കിട്ടുമായിരുന്നു. സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുകയും ആക്സിഡൻറ്റ് മൂലം ഒരു അരയ്ക്ക് താഴോട്ട് പാരാലിസിസ് ആയിപ്പോയ ഒരു ക്യാരക്ടർ, ഗണേശൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറായിട്ടാണ് ഉണ്ണി മുകുന്ദൻ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു പീരീഡിൽ, അതായത് മറ്റുള്ളവരെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ട്. കാരണം അങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചത് കൊണ്ടാണ് പാരാലിസിസ് ആയത്. അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പുള്ളിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന കാര്യങ്ങൾ ഓർത്ത് പുള്ളിക്ക് കുറേ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്തരത്തിലുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് ഗണേശൻ എന്ന് പറയുന്നത്. പക്ഷേ ആ ഗണേശൻ എന്ന് പറയുന്ന ആൾക്ക് ഒരുപാട് ടാലൻറ്റുകളുമുണ്ട്. പുള്ളി എത്തിക്കൽ ഹാക്കറാണ്, പുള്ളി ഒരു ഗ്രാഫിക് ഡിസൈനറാണ്. പുള്ളി ജോലി ചെയ്യുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ, പണ്ട് മഞ്ഞപ്പത്രം എന്ന് പറയും, അതുപോലെ ഇന്ന് യൂട്യൂബിൽ കാണുന്ന ഈ കുറേ ന്യൂസ് ചാനലുകളുണ്ട്. അതായത് ഈ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി എഴുതിയിട്ടിട്ട് ക്ലിക്ക് ബൈറ്റ് ഉണ്ടാക്കുന്ന ടൈപ്പിലുള്ള അങ്ങനെയുള്ളൊരു ന്യൂസ് ചാനലിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. പക്ഷേ അവിടുന്ന് പുള്ളിക്ക് മാറാനായിട്ടും അതിനായിട്ടൊരു ഒരു കോമിക് വേൾഡിൽ അറിയപ്പെടണം എന്നുള്ള രീതിയിൽ പുള്ളി കുറേ കോമിക്സും, ജയ് ഗണേഷ് എന്ന് പറയുന്ന ഒരു കോമിക്കൽ ക്യാരക്ടർ പുള്ളി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കാർട്ടൂണായിട്ട്. അപ്പോൾ ഇതൊക്കെ പ്രസിദ്ധീകരിക്കണം എന്നൊക്കെ പറഞ്ഞൊരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് ഉണ്ണി മുകുന്ദൻ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുടെ ലൈഫിലേക്ക് അദ്ദേഹത്തിൻ്റെ അവനടുത്ത് ആ ഒരു ക്യാരക്ടർ ഗണേശന് അടുപ്പമുണ്ടായിരുന്നൊരു കുട്ടി കിഡ്നാപ്പ് ചെയ്യപ്പെടുകയും അതിലേക്ക് ഗണേശനും കൂടെ ഇൻവോൾവ് ആകുകയും ചെയ്യുന്നിടത്താണ് കഥ സ്ട്രോങ് ആവുന്നത്. അതിനുശേഷം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് സിനിമ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ അടുത്തേ ഉള്ളൂ സിനിമ. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് തന്നെയാണ് സിനിമ പോകുന്നത്. ഒട്ടും കണ്ടുകൊണ്ടിരിക്കാൻ ഒട്ടും ബോറടിക്കില്ല. എന്നാൽ കഥ അത്ര പെർഫെക്റ്റ് ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആണെന്നും പറയാൻ പറ്റില്ല. ഉണ്ണി മുകുന്ദൻ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു ആക്ടറാണ് ഉണ്ണി മുകുന്ദൻ. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ളൊരു, അധികം അഹങ്കാരമോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ടൈപ്പ് ഒരു ആളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഉണ്ണി മുകുന്ദന്. അത് എൻ്റെ അഭിപ്രായമായിരിക്കാം. അതുപോലെ എല്ലാവരും സമാജം സ്റ്റാർ എന്നും അതും ഇതെന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറയുന്നതെന്ന്. കാരണം
പുള്ളിയുടെ ലാസ്റ്റ് ഇറങ്ങിയ സിനിമകൾ മാളികപ്പുറമായാലും അതുപോലെ മേപ്പടിയാനായാലും ഇതൊരിക്കലും ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു റിലീജിയസ് കാര്യങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സിനിമകളായിരുന്നില്ല അതൊന്നും. പക്ഷേ അതെല്ലാം എനിക്കിഷ്ടപ്പെട്ട സിനിമകളാണ്. മേപ്പടിയാനായാലും മാളികപ്പുറം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അപ്പം അടുത്ത് വന്ന ഉണ്ണിമുകുന്ദൻ്റെ വന്ന സിനിമകളെല്ലാം അത്യാവശ്യം നല്ല സിനിമകളും അത്യാവശ്യം നല്ല ഫാമിലി ഓഡിയൻസ് കാണുന്ന സിനിമകളും ഒക്കെ ആയിരുന്നു പുള്ളി ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയും മോശമൊന്നുമല്ല പക്ഷേ എനിക്കെന്തോ ആ ഒരു ക്യാരക്ടർ അത്രമാത്രം എന്നിലേക്ക് കണക്റ്റ് ആയിട്ടില്ല എന്നൊരു ഫീൽ എനിക്ക് തോന്നി. പുള്ളിയുടെ ആക്ടിങ് മോശമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പുള്ളിക്ക് പറ്റുന്ന രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ക്യാരക്ടറുമായിട്ടൊരു ഒരു ഡെപ്ത് അല്ലെങ്കിൽ ക്യാരക്ടറുമായിട്ടൊരു കണക്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല പേഴ്സണലി. അതുകൊണ്ടൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സിമ്പിളായിട്ട് ജസ്റ്റ് കണ്ടിരിക്കാം എന്നൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. സിനിമ ഒട്ടും ബോറടിക്കില്ല, 2 മണിക്കൂർ ഒട്ടും ബോറടിക്കില്ല സിനിമ. അത്യാവശ്യം നല്ല ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് കുറച്ച് നല്ല ഒരു ത്രില്ലിംഗ് രീതിയിൽ തന്നെയാണ് സിനിമ പോകുന്നത്. രഞ്ജിത്ത് ശങ്കറിൻ്റെ ആദ്യത്തെ സിനിമ പാസഞ്ചറും ഇതുപോലൊരു അങ്ങനൊരു സ്റ്റോറിയായിരുന്നു. ഒരു കുറച്ച് ത്രില്ലിംഗ് എലമെൻറ്റ് വെച്ചിട്ട് ഒരു ത്രില്ലർ മോഡിൽ പോകുന്നൊരു സിനിമ. അതേപോലൊരു ടൈപ്പ് മൂവിയാണ്. പക്ഷേ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു ട്രാക്കിൽ പോകുന്നൊരു സിനിമയായിട്ടാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പടം ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കൊക്കെ അത്യാവശ്യം നല്ല മ്യൂസിക്കായിരുന്നു. വളരെ പ്രോപ്പറായിട്ട് ക്ലീനായിട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് എക്സ്പെക്റ്റേഷനൊന്നും വേണ്ട. ജസ്റ്റ് നമുക്ക് കുറച്ച് സമയം നമുക്ക് കുറച്ച് സമയം ഉണ്ടെങ്കിൽ കണ്ട് മറക്കാൻ പറ്റിയൊരു പടം. നമുക്ക് കണക്റ്റഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്ക് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട അങ്ങനെയുള്ള ആവശ്യമായിട്ടൊന്നും നമുക്ക് തോന്നത്തില്ല. നോർമലായിട്ടൊരു പോകുന്ന ഒരു ലോ ബഡ്ജറ്റ് മൂവി ആയിട്ടാണ് എനിക്ക് സിനിമ ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് മനോരമ മാക്സിൽ സിനിമ സ്ട്രീം ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനിമ കാണുക. മോശം പടമൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടിരിക്കാം. അത്യാവശ്യം നല്ല മിക്സഡ് ടു പോസിറ്റീവ് റിവ്യൂസാണ് സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.